മോഷ്ടാവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. പത്തനംതിട്ട ഇലന്തൂരില് ഇടപ്പാറ മലദേവർ ക്ഷേത്രത്തിലാണ് കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ മോഷണം പോയ വസ്തുവകകൾ തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ചരിത്രം കൊടും കുറ്റവാളിയും മോഷ്ടാവുമായി ചിത്രീകരിച്ച കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇടപ്പാറ മലദേവർ നട. മതസൗഹാർദ്ദത്തിന് മലയാള മണ്ണിൽ ഇടമുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കാട്ടിത്തന്നതാണ് ഈ ക്ഷേത്രം. നല്ലവനായ കള്ളൻ എന്ന് വിളിപ്പേരുള്ള കൊച്ചുണ്ണിയെ ജാതി മതഭേദമന്യേ ആളുകൾ ആരാധിച്ചു പോരുന്നു. ഐതിഹ്യവും വിശ്വാസവും ഇടകലർന്ന പല കഥകളും ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. കായംകുളത്ത് രാജകൊട്ടാരത്തിലെ പടയണിക്ക് ശേഷം മടങ്ങുകയായിരുന്ന കിടപ്പാറ മലയിലെ ഊരാളി വഴിവക്കിൽ ആൽമര ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു അശരീരി ഉയർന്നു. താൻ അലയുകയാണെന്നും ഇരിപ്പിടം തരണമെന്നും ആവശ്യപ്പെട്ട് ഇറങ്ങി വന്ന ആൾ സ്വയം കായംകുളം കൊച്ചുണ്ണി എന്ന് പരിചയപ്പെടുത്തി. അന്ന് ഊരാളിക്കൊപ്പം കൂടിയ കൊച്ചുണ്ണി പുന്നക്കാട് ദേശത്ത് വന്ന് കുടികൊണ്ടെന്നും പിന്നീട് ഇടപ്പാറ മലയച്ചൻ ഇരിപ്പിടം നൽകിയെന്നുമുള്ളതാണ് പ്രചാരത്തിലുള്ള പ്രധാന കഥ. മോഷണം പോയ സാധനങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് ഭക്തർ ഇവിടെ എത്തി പൂജകൾ ചെയ്യുന്നത്. അവർ മെഴുകുതിരിയും കർപ്പൂരവും മുറുക്കും നാണയങ്ങളും ഉൾപ്പെടെ കൊച്ചുണ്ണിക്ക് സമർപ്പിക്കുന്നു. ചരിത്രവും വിശ്വാസവും ഇഴചേരുന്ന ഈ മണ്ണിന് കായംകുളം കൊച്ചുണ്ണി കാവലായി കുടികൊള്ളുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.